ഹലോ ഗൈസ്, വെൽക്കം ടു ലീമ വ്ളോഗ്സ്. നമ്മൾ ആദ്യമേ അപ്ലോഡ് ചെയ്ത ഷോർട്ട് വീഡിയോ ആണ്, ഫുൾ വീഡിയോ ആണിത്. അപ്പോൾ നമ്മളെ ശാലുവിൻ്റെ കല്യാണത്തിന് എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് നമ്മൾ കോഴിക്കോട് പോയി എടുത്തതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പം കുറേ അലഞ്ഞ് തിരിഞ്ഞ് ഞങ്ങൾ ആ ഡ്രസ്സ് ആ ഒരു കർമ്മം നമ്മൾ നിർവഹിച്ചു ഗൈസ്. അപ്പോൾ ഒരു 6 നമ്മൾ അവിടെ എത്തി. 6:30 നമ്മൾ വിട്ടിട്ട് ഒരു 11:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തി. ഒരു ഷോപ്പ് കയറി. പക്ഷേ എൻ്റെ ശാലുവിനത് ഒന്നും എൻ്റെ ശാലുവിന് ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെയും സെലക്ട് ചെയ്തെങ്കിലും അതൊന്നും എൻ്റെ ശാലുവിന് ഇഷ്ടപ്പെട്ടില്ല. കുറേ ട്രയൽ നോക്കി, ട്രയലൊന്നും എൻ്റെ ശാലുവിന് വേണ്ടാന്ന് പറഞ്ഞു. അതൊന്നും എൻ്റെ ശാലുവിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം ശാലിനെ പറഞ്ഞ കാര്യമില്ല, അവർ അമ്മിക്കുട്ടി എടുത്ത് കൈമ കൊടുത്തതിൻ്റെ ഒരു ഫീലായിരുന്നു എൻ്റെ പൊന്നിന്. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് വന്നു. ആ ഷോപ്പിൽ വന്നപ്പോൾ അതിനേക്കാളും വലിയ പറ്റി ഗൈസ്. അവിടെ കൂടുതലും ഗ്രൂംസിൻ്റെ സെലക്ഷനായിരുന്നു കൂടുതൽ. അപ്പോൾ എൻ്റെ ശാലു വന്നതല്ലേ, വണ്ടീൻ്റെ പെട്രോൾ അടിച്ച് വന്നതല്ലേ എന്ന് വെച്ച് 2 ഡ്രസ്സ് ട്രയൽ ചെയ്തു. അതും എന്ത് പറയാൻ, അതും വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെയും നമ്മളവിടെ നിന്ന് ഇറങ്ങി. എന്നാലും ഗ്രൂംസിൻ്റെ കുറച്ച് കളക്ഷൻസ് കൂടുതലും നല്ലതുണ്ടായിരുന്നു. എന്നാലും നമ്മൾ അടുത്ത മാപ്പ് നോക്കിയിട്ട് നമ്മളടുത്ത ശോഭിതയിൽ വന്നു. ശോഭിതയിൽ കയറിയ പാടും എൻ്റെ ശാലു മെല്ലെ നടന്നെത്തിയത് ഒരു പച്ച ഡ്രസ്സിൻ്റെ മുമ്പിലായിരുന്നു ഗൈസ്. ആ പച്ച ഡ്രസ്സ് എൻ്റെ ശാലുവിനെ ആകർഷിച്ചു. എൻ്റെ ശാലുവിടെ നിന്നപ്പോൾ ഞാൻ എൻ്റെ ശാലുവിനോട് ചോദിച്ചു, ശാലു ഇത് വേണോ? അപ്പോൾ ശാലു പറഞ്ഞു ഇത് വേണ്ട, നമ്മൾ അടുത്ത് നോക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തേൽ പോയി. അടുത്തത് പോയി നോക്കുമ്പോൾ അവിടെ ഫുൾ ലെഹങ്കാസിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻസ് ആയിരുന്നു ഗൈസ്. അപ്പോൾ നമുക്കതെല്ലാം ഇഷ്ടപ്പെട്ടു. എൻ്റെ ശാലു ആണെങ്കിൽ ഏതെടുത്താലും എടുത്തിട്ട് പോകാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. കാരണം അത്രക്കും അടിച്ച് എന്ന് പറയാം കിറങ്ങി നിൽക്കുകയാണ്. കാരണം കുറേ സ്ഥലത്ത് പോയി, കുറേ നോക്കി, കുറേ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതിന് നടുക്ക് ഞാൻ പോയിട്ട് എൻ്റെ കുറച്ച് അക്രമങ്ങൾ കാണിച്ചു തന്നു. അത് ഒരു ഡ്രസ്സ് എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ ആ ഡ്രസ്സിൻ്റെ ആ സാരീൻ്റെ ഇപ്പുറം നോക്കി അപ്പുറത്ത് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വേണ്ട, അത് കൊള്ളത്തില്ല, അതാണ് അത് വിട്ടു. അപ്പോൾ പിന്നെയാണ് ശാലുവിൻ്റെ അടുത്ത് വന്നപ്പോൾ ശാലു അടുത്ത ഡ്രസ്സ് ട്രൈ ചെയ്തു. എൻ്റെ ശാലുവിന് മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടെങ്കിൽ ശാലുവിന് എന്നെ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നി. അത് ഇഷ്ടപ്പെട്ടില്ല, അത് വേണ്ടാന്ന് വെച്ചു നമ്മളത്. കാരണം താഴെ വലിയ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ അടുത്തത് ഇട്ടിട്ട് വന്നു. അത് ഞാൻ പറഞ്ഞു ശാലു ഇത് കൊള്ളത്തില്ല, അപ്പോൾ അതും മാറ്റി വെച്ചു. അതേ ശാലിന് ഇഷ്ടപ്പെട്ടിനെ, പക്ഷേ എങ്ങനെ നമ്മൾ വേണ്ടാന്ന് വെച്ചതാണ്. അപ്പോൾ നമ്മളിതെല്ലാം കറങ്ങി തിരിച്ച് നമ്മൾ വിശന്ന് പണ്ടാറടങ്ങി നമ്മളൊരു ഹോട്ടലിൽ കയറി. നമ്മൾ ഫുഡ് കഴിച്ചു. ശാലു കോമൺ ആയിട്ട് നമ്മൾ നോർമൽ ഉച്ചക്കെന്നാൽ കഴിക്കാൻ ചോറ് തന്നെയാണ് ശാലു വെച്ചത്. നമ്മൾ പിന്നെ കുറച്ച് റിച്ച് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ച് ബിരിയാണി കയറ്റി. അത് കഴിഞ്ഞ് നമ്മൾ സിൽക്കിയിലാണ് പോയത്. സിൽക്കി നമ്മൾ ഡ്രസ്സ് എടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല, കാരണം അവിടെ നിന്ന് എടുത്ത് സെലക്ട് ചെയ്തത് ഏതാണെന്ന് നമ്മളടുത്ത എൻഗേജ്മെൻറ്റിൻ്റെ വ്ളോഗിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഒരു ബീച്ചിലേക്ക് പോകാമെന്ന് വെച്ച് ഒരു സൺസെറ്റൊക്കെ കണ്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് വിട്ടു. ബീച്ചിലേക്ക് പോകുന്ന വഴി അടിപൊളി കാഴ്ചയായിരുന്നു ഗൈസ്. നമ്മളെ കണ്ണ് മഞ്ഞളിക്കുന്ന തരത്തിലുള്ള ഓരോ വ്യൂ ആയിരുന്നു ഉണ്ടായത്. കുഴപ്പമില്ല, കോഴിക്കോടിൻ്റേതായ കുറേ ട്രാഫിക് ബ്ലോക്കെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം സഹിച്ചിട്ടാണ് നമ്മൾ പോയത്. അതിൻ്റെ നടുക്ക് എൻ്റെ ശാലുവിന് എന്താണെന്നറിയില്ല, ഹാപ്പിനെസ് ആണോ എന്താണെന്നറിയില്ല, ഒരു അത്. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ എത്താനായപ്പോൾ അവിടെ അതിൻ്റേതായ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മീനിൻ്റെ നല്ല രീതിക്കുള്ള മണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്നും ഒരു പ്രശ്നമാക്കിയില്ല. അപ്പോൾ നമ്മളെ ലക്ഷ്യം എന്താണ്, ബീച്ചാണ്. നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നൈസായിട്ടുള്ള കുറച്ച് സൺസെറ്റ് എല്ലാം കണ്ട് മെല്ലെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു ഗൈസ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.